പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൽ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന പ്രൈവറ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹർട്ട് സിൻഡിക്കേറ്റ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹർട്ട് സിൻഡിക്കേറ്റിലെ ബോബി ലാഷ്ലി, ഷെൽട്ടൺ ബെഞ്ചമിൻ തുടങ്ങിയവരാണ് MVP-യുടെ സഹായത്തോടു കൂടി പ്രൈവറ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയത്. ആ മത്സരം കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് അലക്സ ബ്ലിസ് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത പദ്ധതി എന്തായിരുന്നു എന്നുള്ളതും PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ റോ എപ്പിസോഡ് മാറിയതിന് ശേഷമുള്ള രണ്ടാമത്തെ വീക്ക്ലി എപ്പിസോഡ്, അതായത് പെൻഡ എന്ന റെസ്ലറുടെ ഒരു ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ച വീക്ക്ലി എപ്പിസോഡിലാണ് അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവും നടക്കേണ്ടിയിരുന്നത്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് വയറ്റ് 6 എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സ്റ്റോറിയുടെ ഭാഗമായിട്ട്, അതിലെ ഒരു മെമ്പറായിട്ടാണോ എന്ന് അറിയില്ല, പക്ഷേ വൈറ്റ് 6 ഒരു ഭാഗമായിട്ടായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ PW ഇൻസൈഡർ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടും കൂടി പങ്കുവെക്കുന്നുണ്ട്. അലക്സ ബ്ലിസിനെ നിലവിൽ വുമൻസ് റോയൽ റംബിളിൽ ഷെഡ്യൂൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനർത്ഥം അലക്സ ബ്ലിസ് ഒരിക്കലും വരില്ല എന്നല്ല, അലക്സ ബ്ലിസിനെ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, പദ്ധതികളിൽ പിന്നെയും മാറ്റം വന്നേക്കാം. അപ്പോൾ നിലവിൽ മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലക്സ ബ്ലിസും WWE തമ്മിൽ നിലവിൽ അലക്സ ബ്ലിസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അലക്സ ബ്ലിസിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് പദ്ധതികൾ അവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇട്ടത്. അലക്സ ബ്ലിസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റൊക്കെ സംസാരിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി ആ ഒരു റിട്ടേൺ നടത്തി വൈറ്റ് 6 ഉള്ള ഒരു സെഗ്മെൻറ്റൊക്കെ കാണിച്ച് അവർ അങ്ങനെയുള്ളൊരു സ്റ്റോറി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ സിറ്റുവേഷൻ മാറിയത് കൊണ്ട് അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് അവർ നിലവിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് പ്ലാൻ, എങ്ങനെ കൊണ്ടുവരണം, എപ്പോൾ കൊണ്ടുവരണം, ഏത് ഷോയിൽ കൊണ്ടുവരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈനിലേക്ക് നമ്മൾ 2 താരങ്ങളുടെ ഒരു ഡെബ്യൂ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 2 പുതിയ മെമ്പേഴ്സിൻ്റെ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ഒന്ന് ഹിക്കല്ലയോ എന്ന് പറയുന്ന റെസ്ലറായിരുന്നു. ഹിക്കല്ലയോയെ WWE ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ നിന്ന് റാഞ്ചി കൊണ്ടുവന്നു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ഹിക്കല്ലയോയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. കൂടാതെ ഹിക്കല്ലയോ NXT ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് കരിയർ ആരംഭിക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷേ ഹിക്കല്ലയോ ഇതുവരെ NXTക്ക് വേണ്ടിയിട്ട് ഡെബ്യൂ ചെയ്തിട്ടില്ല, ബ്ലഡ് ലൈനിലെ ഒരു അംഗമായിട്ട് വന്നിട്ടില്ല. രണ്ടാമത്തെ റെസ്ലർ ലാൻസ് അനോയ് എന്ന് പറയുന്ന റെസ്ലറാണ്. ലാൻസ് അനോയെ WWE സൈൻ ചെയ്തിട്ടുണ്ട്. താരം NXTയുടെ ഭാഗമായേക്കും എന്നുള്ളതും ലാൻസ് അനോയ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ NXTയിലേക്ക് സൈൻ ചെയ്ത് ആ NXTയിലെ മറ്റ് റെസ്ലേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 റെസ്ലേഴ്സ് ബ്ലഡ് ലൈനുമായി ഡയറക്റ്റ് ബന്ധമുള്ളവരായിരുന്നു. ഈ 2 മെമ്പേഴ്സ് വരും എന്നുള്ളൊരു റൂമറൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ലാൻസ് അനോയ്, ഹിക്കല്ലയോ തുടങ്ങിയവരെ കൊണ്ടുവരാൻ യാതൊരുവിധ പദ്ധതിയും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. NXTയിലെ ഇവരുടെ കരിയർ തന്നെ എപ്പോൾ ആരംഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ലാൻസ് അനോയ് ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിട്ടേൺ NXTക്ക് വേണ്ടിയിട്ട് അത് ഫെബ്രുവരി 2025 ഉണ്ടായേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹിക്കല്ലയോ മെയിൻ റോസ്റ്ററിലാണോ NXTയിലാണോ വരാൻ പോകുന്നത്, ബ്ലഡ് അംഗമായിട്ട് വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ യാതൊരുവിധ പ്ലാനും തയ്യാറായിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്കിൻ്റെ വളരെ വൈറലായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഏറ്റവും അവസാനത്തെ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ആ ഒരു സെഗ്മെൻറ്റിൽ ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ, ലെജൻഡ് താരത്തെ CM പങ്ക് പേരെടുത്തുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഹൾക്ക് ഹോഗൻ വരെ റോയൽ റംബിളിൽ വന്ന ഹൾക്ക് ഹോഗനെ വരെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് താൻ റെസ്ലിമേനിയ വിജയിക്കും, ഹൾക്കമേനിയൊക്കെ തരിപ്പണമാക്കുമെന്നുള്ളതും CM പങ്ക് പറയുന്നുണ്ട്. ആ വാചകത്തിന് വമ്പൻ സപ്പോർട്ട് കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അമേരിക്കയിൽ ഹൾക്ക് ഹോഗന് ഇപ്പോൾ കൂടുതൽ ഹെയ്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൾക്ക് ഹോഗനെതിരെ ആരെങ്കിലും, പ്രത്യേകിച്ച് CM പങ്കിനെ പോലെയുള്ള ഒരു സൂപ്പർ താരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരാധകരെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ട് പങ്കിനെ കിട്ടും. എന്നാൽ ഇത്തരത്തിലുള്ള വാചകങ്ങൾ CM പങ്കിൻ്റെ യഥാർത്ഥ പ്രൊമോയിൽ അദ്ദേഹം പറയേണ്ടതായിരുന്നില്ല. അത് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണ്. പക്ഷേ ബാക്ക് സ്റ്റേജിൽ ഒരു ഹീറ്റോ ഒരു പ്രശ്നമോ ഇതിനെ തുടർന്ന് CM പങ്കിന് നേരിടേണ്ടി വന്നിട്ടില്ല. കാണികളെ പോലെ തന്നെ ബാക്ക്
ബാക്ക് സ്റ്റേജിലുള്ള മാനേജ്മെൻറ്റും ക്രിയേറ്റീവ് അംഗങ്ങളും CM പങ്കിൻ്റെ ഈ ഒരു വാക്കുകൾ കേട്ടുകൊണ്ട് ചിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഫൈറ്റ്ഫുൾ സെലക്ട് ആണ്. അൺസ്ക്രിപ്റ്റ് ആയിട്ടുള്ള പ്രൊമോകൾ CM പങ്കിൻ്റെ തിരിച്ചുവരവിന് ശേഷം നിരന്തരമായിട്ട് ഇപ്പോൾ WWE റോയിലും സ്മാക്ഡൗണിലും ഒക്കെ പങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചിരുന്നു. ഇതിനെ ചൊല്ലി ഇതുവരെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാവിയിൽ വരാനും സാധ്യതകളുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.